ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരപ്പം ചൂടാണ്. ഇതാ ഗോതമ്പ് പൊടി. അപ്പോൾ അതിന് വേണ്ടി 3 പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് വെല്ലം ഇതാ ഉരുക്കി വെച്ചിട്ടുണ്ട് കണ്ട. പിന്നെ നമ്മളെ ഏലക്കപ്പൊടിയുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്തും എല്ലാം നെയ്യിൽ വറുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവം വെച്ചിട്ട് നമുക്കൊന്നാക്കാം. കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴത്തിനെ കൈ കൊണ്ട് തന്നെ, നമുക്ക് മിക്സിയിലൊന്നും ഇട്ടടിക്കുന്നൊന്നുമില്ല, കൈ വെച്ചിട്ടാണ് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. എന്നിട്ടാണ് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. വേറെ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, വെറും ഗോതമ്പ് പൊടിയുണ്ട്. സാധാരണ ഞാൻ അരിപ്പൊടിയെല്ലാം വെച്ചിട്ടാണ് ഉണ്ണിയപ്പാക്കൽ. ഇത് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് എള്ളും അതിനിട്ട് കൊടുക്കണം, ഒരപ്പത്തിൻ്റെ ഒരു രുചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പഴം നല്ല ഇതായിട്ട് അടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അളന്നിട്ടൊന്നും ഇടുന്നൊന്നുമില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്താൽ മതി. ഞാനിപ്പം കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട്, ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. പഴവും പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഞാൻ ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കാം. കൈ കൊണ്ട് തന്നെയാണ് ഞാനെല്ലാം മിക്സാക്കുന്നത്. ലാസ്റ്റ് മാത്രമാണ് സ്പൂണിക്കൊണ്ട്, ഇതിൻ്റെ കട്ടയെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് തന്നെ ഞാൻ മിക്സാക്കാൻ നിൽക്കുന്നത്. സ്പൂണെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ പൊടീൻ്റെ കട്ടയെല്ലാം വന്നു വരും. ഇപ്പോൾ അതിനാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കുറച്ചുകൂടിയുണ്ട് വെള്ളത്തിൻ്റെ ഇത്, അതും കൂടി ആക്കി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമാക്കുന്നില്ല. അപ്പം ഞാൻ ഇതിൽ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കട്ടെ. നെയ്യിൽ വറുത്തതാണ്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. തേങ്ങാക്കൊത്തും ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യും. ഒരുപാട് വെള്ളമാക്കിയിട്ടില്ലേ, ഈ തോതിലാണ് നോക്കുന്നത്. അധികം വെള്ളമായി കഴിഞ്ഞാൽ ശരിയാവും. ഇനി കുറച്ച് എള്ളിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇങ്ങനെയുള്ള ഇതിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് കാരം വെക്കട്ടെ. എൻ്റെ കാരം ഗ്യാസിൻ്റെ മുകളിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു റിങ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് മാത്രമേ എനിക്ക് വെക്കാൻ പറ്റൂ. കണ്ട, ഇല്ലേ വെക്കാൻ പറ്റൂല. ആദ്യം 3 കുയിലും കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ.
ഓക്കെ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 3 ഓയിലും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടൊഴിച്ച് കൊടുത്താലോ. ഈ കൂട്ടിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഇട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവട്ടെ. അപ്പോൾ ഇതായി, ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഗണപതിക്ക് വെക്കുന്നുണ്ട്. അയവാട് ഇവിടെ വെക്കുന്നുണ്ട്. നമ്മളെ ഗണപതി ഭഗവാന് വെക്കുന്നുണ്ട് അവിടെ ഒന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ തീ ഓഫാക്കുന്നതാണ്. നമ്മളതെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം ഞാൻ വാങ്ങി വെച്ചു. അപ്പോൾ നമ്മളെ ഗോതമ്പത്തിനെ കൊണ്ടുള്ള അപ്പം ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. കണ്ടോ, ഇതാ നല്ല അടിപൊളി അപ്പമായിട്ട്. ഇത്രയാണ് ഞാൻ എടുത്ത പൊടി കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗൈസ്? നല്ല സൂപ്പർ അപ്പല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ ഒന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടും നമുക്ക് ചുട്ടെടുക്കാം. ഇതാ കണ്ട, നല്ല അടിപൊളി അപ്പമായിട്ട് കിട്ടിയിട്ടേണ്ട. പഴത്തിൻ്റെ എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഇതാ സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോവുമായിട്ട് വീണ്ടും വരാം. ബൈ. ഓക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെറിയ പഴമുണ്ടെങ്കിൽ, കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചായക്കുള്ളൊരു ചെറിയൊരു കടി ഇതാ റെഡി ആയിരിക്കും. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഓക്കേ.